ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇവിടെ വന്നതിന് ശേഷം UK വന്നതിന് ശേഷം എടുത്തിട്ട്. സോ നമുക്കിനി ഒരു ലോങ് വീഡിയോ ആവാം. ബിക്കോസ് ദിവാലി അല്ലേ, നമുക്കൊന്ന് റെഡി ആയാലോ ദിവാലിക്ക്. നമ്മൾ ശരിക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോഴത്തേനും ഞാൻ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, ഞാൻ ഇത് യൂസ് ചെയ്യുന്നു പറഞ്ഞ് എടുക്കാതെ നമുക്ക് കുറച്ച് സംസാരങ്ങൾ കാഷ്വലി സംസാരിച്ചുകൊണ്ട് റെഡി ആവാം. ശരിക്കും എന്നെ അറിയാൻ വയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നീതു, എൻ്റെ പേര് നീതു, ഞാനിവിടെ UK ഇപ്പോൾ ഉള്ളത്, നാട്ടിൽ കൊല്ലത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആവാനുള്ള സാധനങ്ങൾ എടുക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസിൽ കുറച്ച് സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെ ഈ ഒരു സാരിയാണ് കൊടുക്കാൻ പോകുന്നത്. ഈ സാരി ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ കമൻറ്റിൽ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് സാരി ചുറ്റിയിട്ട് വരാമേ. അങ്ങനെ ഞാൻ സാരി എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ഇതാണ് സാരി. ഇത് മീഷോയിൽ നിന്ന് മേടിച്ച സാരിയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് പല്ലു ഒക്കെ ഉള്ള സാരിയാണ്. ഫുൾ ലുക്ക് ഞാൻ അവസാനം കാണിച്ചു തരാം. നമുക്ക് റെഡി ആയി തുടങ്ങാം. സാരി എന്തായാലും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ദീപാവലിനെ കുറിച്ചിട്ട് പറയാനൊന്നും എനിക്ക് ഓർമ്മയൊന്നും വരുന്നില്ല. എന്നാലും നമുക്ക് പ്രൈമറിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒലയുടെ ഈ ഒരു വൈറ്റമിൻ C ആണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. ദീപാവലി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ കാർത്തിക വിളക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വിളക്ക് കത്തിക്കും, എന്നിട്ട് കുരുത്തോലൊക്കെ കത്തിച്ചിട്ടിങ്ങനെ പോകുന്ന ഒരു സംഭവം. പക്ഷെ അതും ദീപാവലി രണ്ടല്ലേ. അപ്പം എനിക്ക് അതാണ് ഓർമ്മയുള്ളത്. ഞങ്ങളുടെ നാട്ടിലോട്ട് ദീപാവലി ഭയങ്കര അങ്ങനെ ആഘോഷമില്ല. പക്ഷെ ഇന്ന് ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ എന്താ തെരളിയൊക്കെ പുഴുങ്ങണം എന്നൊക്കെ പറയുന്ന കേട്ടു, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാന്നുള്ളൊരു ഇത്. അപ്പം എന്താ പറയണേ, അതുകൊണ്ട് എനിക്കങ്ങനെ ദീപാവലിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പറയാനും വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടില് അവർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആഘോഷിക്കുന്ന ദീപാവലിയാണ്. പ്രത്യേകിച്ച് ചിക്കുവിന് ഹസ്ബൻഡ് കേട്ടോ, ഹസ്ബൻഡിനെ വിളിക്കണ പേരാണ് ചിക്കു എന്ന്. കാര്യം വീട്ടിൽ വിളിക്കണ പേര് പുള്ളിയുടെ അങ്ങനെയാണ്. അപ്പം അവര് നന്നായിട്ട് ഏകദേശം ദീപാവലി ആഘോഷിക്കാറുണ്ട്. കാര്യം ഒരു ചാത്തന്നൂരാണ്. ട്രിവാൻഡ്രത്തോടൊക്കെ ദീപാവലി അടിപൊളിയായിട്ട് ആഘോഷിക്കില്ല. ഒരു ട്രിവാൻഡ്രം കൂടുതൽ അവരൊരു ട്രിവാൻഡ്രം ഇതാണ്. ഞങ്ങളുടെ കല്യാണത്തിനാണെങ്കിൽ ബോളി എന്ന് പറയണ സാധനം ഇല്ലായിരുന്നു. അതിന് ഞാൻ ഇന്നും കേൾക്കുന്നുണ്ട് പഴി, നീ സദ്യക്ക് ബോളി വെച്ചില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ കല്ലട നാട്ടിലോട്ട് ഈ പറയുന്ന സാധനം അത്ര ഇല്ല. ഇപ്പം ആണ് ശരിക്കും എല്ലാവരും ബോളിയൊക്കെ നമ്മുടെ നാട്ടിൽ വെക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇവർ കൂടുതലും ഒരു ട്രിവാൻഡ്രം രീതിയിലാണ് സംഭവങ്ങളെല്ലാം ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടി അടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. നമുക്ക് പിരിവും വരച്ചു കൊടുക്കാം. പിരിവ് വരച്ചു കൊടുത്തു കേട്ടോ. നമുക്കിനി കണ്ണ് വരച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദീപാവലിക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദീപാവലിക്ക് ഞാൻ ഓഫായിരുന്നു, പക്ഷെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അറിയില്ല, ഭയങ്കര എന്തോ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക്. ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് ഡേ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇന്ന് ചെയ്ത എന്തെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ എഴുതി വെച്ചു ഇന്ന് ചെയ്യേണ്ട സംഭവങ്ങൾ ഇന്ന സാധനങ്ങളാണ് എന്നൊരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടോ. അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആ എഴുതി വെച്ച സാധനങ്ങൾ ചെയ്തിരിക്കണം എന്ന് ഒരു പ്രതിജ്ഞ ഞാൻ എടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നത്. നമുക്ക് കണ്ണിന്റെ മേളിൽ ഇനി ഒന്ന് എഴുതി കൊടുക്കാം. ഞാൻ സാധാ ഒരു സ്മോക്കി ഐസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അല്ല, സ്മോക്കി ഐസ് നമുക്ക് ചെയ്താലോ? വാട്ട് യു സേ? ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
നമ്മൾ കണ്ണ് ഏകദേശം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ അല്ല, മസ്കാരോ. ഞാൻ എന്ത് തേങ്ങയായി പറയണല്ലേ. ഞാൻ പൊതുവെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് പെട്ടെന്ന് തീർക്കണം. അങ്ങനെ ഈ പെർഫെക്ഷനോട് തീർക്കുക എന്ന് പറയുന്ന സംഭവം എൻ്റെ ലൈഫിലില്ല. ഭയങ്കര സ്പീഡാണ്. ഈവൻ കുക്കിംഗ് പോലും ഞാൻ ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ്. അപ്പം എൻ്റെ കുക്കിംഗ് സ്കില്ലെന്ന് പറഞ്ഞാൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ സ്പീഡുണ്ട്, പക്ഷെ ചില സമയത്ത് എൻ്റെ ടേസ്റ്റ് കാണത്തില്ല. പക്ഷെ സ്പീഡ് ഭയങ്കരമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. കണ്ടോ, നമ്മളങ്ങനെ ഐ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐ മേക്കപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ താഴെ കൂടെ എഴുതിയപ്പോഴത്തേനും എൻ്റെ കണ്ണ് ചെറുതായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എങ്കിലും കുഴപ്പമില്ല. നമുക്കിനി ലിപ് ലൈനർ വരച്ചു കൊടുക്കാമേ. അയ്യോ, ഇതല്ല എൻ്റെ ലിപ് ലൈനർ. എൻ്റെ ലിപ് ലൈനർ മുനയില്ല ഗൈസ്. ഞാൻ ഒന്ന് വെട്ടിക്കൊടുക്കട്ടെ. നമുക്കിനി ലിപ് ലൈനർ വരച്ചു കൊടുക്കാമേ. ലിപ്സ്റ്റിക്ക് ഈ ഷുഗറിൻ്റെ ഇതും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഭയങ്കര ന്യൂഡാണ്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. മാക്കിൻ്റെ റൂബി വൂ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്ലഷ് കുറച്ച് മതി. ഇത് റവല്യൂഷൻ്റെ ബ്ലഷാണ് കേട്ടോ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണിത്. കണ്ടാ, നൈസായിട്ടുള്ള ഈ സാധനം. ലിക്വിഡ് ബ്ലഷ് ആണേ. ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൗഡർ എടുത്തിട്ട് കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കഴുത്തൊരു കളറും ഫേസ് ഒരു കളറും എന്തിനാ ചുമ്മാ. ഓക്കെ, ഏകദേശം ഇപ്പം ശരിയായിട്ടുണ്ട്. നമുക്കിനി ഈ സാരി ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇപ്പം ഞാനൊരു ഹിപ്പ് ചെയിൻ പോലത്തെ സാധനം മാത്രം എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഈ ഒരു സാരിയുടെ കൂടെ ഞാൻ ഓർണമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇതൊക്കെ ഞാൻ ഊരി വെക്കും. അപ്പം നമുക്കിനി ഒന്ന് സ്റ്റൈൽ ചെയ്യാം ഈ സാരി. ഈ ഒരു ചോക്കറാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എനിക്ക് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന സാധനം ഊരാൻ വയ്യ. സോ ഞാൻ ഇതിൻ്റെ മേളിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തന്നെ മാച്ചിങ് ജുംകി ഇടാം എന്നാണ് എൻ്റെ ഒരു 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 വിചാരം. ഇനി ഈ വളയൊന്ന് ഊരണം. ഇത് മതി, കുഴപ്പമില്ല. ദിവാലിയല്ലേ, കുറച്ച് സെറ്റപ്പ് ആയിക്കോട്ടെ. ഇനി ഈ പച്ച കുപ്പിയോള ഇതിൻ്റെ കൂടെ ഇട്ടാൽ ചേരുമോ? കുഴപ്പമില്ല, ചേരുന്നുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. നൈസായിട്ടില്ലേ? ഇനി അപ്പം ഇത് കുറച്ച് താന്ന് വരുന്നു കേട്ടോ. നമുക്കൊന്ന് മേലോട്ട് ആയിക്കോട്ടെ. അമ്മേ എൻ്റെ മുടി. അപ്പം നമ്മുടെ ദീപാവലി ലുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഫുള്ള് എവിടെ വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്കറിയില്ല ഫുള്ള് കാണാൻ പറ്റുമോ. നമുക്ക് ആരെങ്കിലും കൊണ്ട് ഫുൾ വീഡിയോ എടുപ്പിക്കാം. സോ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ദീപാവലി ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സാരി മീഷോയിൽ നിന്നാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിക്കുക. അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടെന്ന് ഞാൻ തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.